Fine crafted traditional collections. Siren 3 by Chungat Jewelry. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ. അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന് മിച്ച ബഡ്ജറ്റ്. കൃഷി, ജനക്ഷേമം, പട്ടികജാതി ക്ഷേമം, ആരോഗ്യം തുടങ്ങി ജനകീയ വിഷയങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ബഡ്ജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ അവതരിപ്പിച്ചത്. നോഡൽ ഏജൻസി എന്ന നിലയിൽ വിവിധ പദ്ധതികൾക്കായി കോടിക്കണക്കിന് രൂപയാണ് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിക്കുന്നത്. 2024-25 വർഷത്തിൽ 7,69,00,000 രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ചെലവ് ഇനത്തിൽ വകയിരുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയ്ക്കായി 51,99,500 രൂപയും കലാ കായിക പ്രോത്സാഹനത്തിന് 6,60,000 രൂപയും വകയിരുത്തി. ആരോഗ്യ മേഖലയ്ക്കായി 80 ലക്ഷവും ഭവന പദ്ധതികൾക്ക് 1 കോടിയിലേറെ രൂപയും വകയിരുത്തിയതായി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബഡ്ജറ്റ് 2024-25 അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ 4ാമത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നു. ജനകീയാസൂത്രണത്തിന്റെ പിന്നിട്ട കാലം വിസ്മയകരമായ നേട്ടങ്ങൾ നാം സ്വന്തമാക്കിയിട്ടുണ്ട്. വികേന്ദ്രീകൃതമായ ആസൂത്രണം പ്രാദേശിക വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി 1/4 നൂറ്റാണ്ട് പിന്നിടുന്ന ജനകീയാസൂത്രണത്തിന്റെ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നാം 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. പുതിയ കാലത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി സന്തോഷകരമായ മനുഷ്യ ജീവിതം ഉറപ്പാക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട്. വിഭവങ്ങളുടെ പരിമിതി മൂലം ഗ്രാമപഞ്ചായത്തുകളെക്കാളും ജില്ലാ പഞ്ചായത്തിനേക്കാളും ഒട്ടേറെ പ്രതിസന്ധികൾ ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട്. സർക്കാർ അനുവദിക്കുന്ന ഗ്രാന്റുകളും തനത് വരുമാനമായ തുച്ഛമായ വാടകയും മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വരുമാന സ്രോതസ്. ഒരു നോഡൽ ഏജൻസി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ വിവിധങ്ങളായ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപ ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ചെലവഴിക്കപ്പെടുന്നുണ്ട്. 2024-25 വികസന ഫണ്ട് ജനറൽ വിഭാഗത്തിൽ 2,80,23,000 രൂപയും പട്ടികജാതി വിഭാഗത്തിൽ 1,25,13,000 രൂപയും പട്ടികവർഗ ഉപ പദ്ധതി വിഭാഗത്തിൽ 1,61,000 രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന ഗ്രാന്റ് 49,13,000 രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ടൈഡ് ഗ്രാന്റ് 73,69,000 രൂപയും എന്നിങ്ങനെയായി ആകെ വികസന ഫണ്ട് 5,29,79,000 രൂപയും ജനറൽ പർപ്പസ് ഗ്രാന്റായി 70,69,200 രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചു ത്രേസ്യ തങ്കച്ചൻ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഡിവിഷൻ മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്,
എലഗന്റ് ഡിസൈൻ, ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.